ഹായ് നമസ്കാരം. ഇന്ന് നമുക്ക് കണ്ണൂർ ബേക്കറികളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന കണ്ണൂരിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള കോഴിയുടെ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇത് നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 1 മന്ത് വരെയൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നതെന്നുള്ളത് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എല്ലോട് കൂടിയുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ എല്ലില്ലാത്ത ചിക്കൻ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടി എളുപ്പമായിരിക്കും തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഏകദേശം ഒരു 250-300 ഗ്രാമിനടുത്ത് ചിക്കനാണ് കേട്ടോ ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലോട്ടേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ എരിവിനനുസരിച്ച് ഓരോരുത്തർ നിങ്ങളുടെ വീട്ടിൽ നമുക്ക് ടേസ്റ്റിനനുസരിച്ചിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു ഏകദേശം 2 ടീസ്പൂണോളം മുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1-1.5 ടീസ്പൂണോളം മല്ലിപ്പൊടി. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ ചേരുവകളും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലൂടെ ചെക്ക് ചെയ്യാം. പിന്നെ വീട്ടിൽ തന്നെ പൊടിച്ചിട്ടുണ്ടാക്കിയ ഗരം മസാല പൗഡറാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. 1 ടീസ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് 1 കപ്പ് തുടങ്ങി 1.5 കപ്പ് വരെയൊക്കെ വെള്ളം ഉപയോഗിക്കാവുന്നതാണ്. കാരണം ഇതിൻ്റെ ആ ഒരു ഗ്രേവി നമുക്ക് കിട്ടണം. അതുകൊണ്ട് വളരെ കുറഞ്ഞൊരളവിൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇത് കുക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലോട്ടുള്ള മാവൊന്ന് കുഴച്ചെടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇതിലോട്ടേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി വെള്ളം ചേർക്കുമ്പോൾ സാധാരണ വെള്ളമാണ്, നമ്മൾ ചൂടുവെള്ളത്തിലൊന്നല്ല കുഴക്കുന്നത്. സാധാരണ പച്ചവെള്ളത്തിൽ കുറഞ്ഞ അളവിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഏകദേശം ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അതായത് ഇതിൻ്റെ മാവ് നല്ല ടൈറ്റായിട്ടാണ് കുഴച്ചെടുക്കേണ്ടത്. ഇപ്പം നമ്മൾ സാധാരണ കുഴച്ചെടുക്കുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല സോഫ്റ്റായിട്ട് റെഡിയാക്കി എടുക്കാറുണ്ട്. ഇതങ്ങനെയല്ല, വെള്ളത്തിൻ്റെ അളവ് കുറച്ചിട്ട് നന്നായിട്ട് മാവ് കുഴച്ചെടുക്കുക. എന്നിട്ട് അത്യാവശ്യം സമയം എടുക്കും. ഒരു 10 മിനിറ്റൊക്കെ നമ്മൾ കുഴക്കേണ്ടി വരും കേട്ടോ. കാരണം മാവ് നല്ല ടൈറ്റ് ആയതുകൊണ്ട് തന്നെ കുഴച്ച് വേണം അതിനെ സോഫ്റ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ പെട്ടെന്ന് ഒത്തിരി വെള്ളം ഒഴിച്ച് കുഴച്ചാലുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇത് അധിക കാലം ക്രിസ്പി ആയിട്ട് നിൽക്കില്ല, പെട്ടെന്ന് തന്നെ സോഫ്റ്റായി പോകും. ഒന്ന് കുഴഞ്ഞ് റെഡി ആയി കഴിഞ്ഞാൽ ഇതിലോട്ടേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതുകൂടി മിക്സ് ചെയ്ത് ഒന്ന് കുഴച്ചെടുക്കാം. എന്നിട്ട് അടച്ചു വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ 1 മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ ചിക്കൻ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ താഴെ ഭാഗത്ത് മാത്രം ചിക്കൻ്റെ കുറച്ച് ഗ്രേവി ഉണ്ട്. അത് ഞാനൊന്നെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ എല്ലൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം ഈ പീസ് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിനകത്ത് എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒരു തവണ ഒന്ന് കറക്കിയെടുത്താൽ മതി കേട്ടോ. കൂടുതൽ സമയം ചെയ്യരുത്. അപ്പോൾ ഒന്ന് ഈ ഒരു പാകത്തിൽ നമുക്ക് റെഡിയായി കിട്ടും. ഇനി മസാല തയ്യാറാക്കി എടുക്കാം. മസാലയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇതിലോട്ടേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ, നല്ല നാടൻ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഇത് ചെയ്യുന്നത്. ഇനി വെളിച്ചെണ്ണ താല്പര്യം ഇല്ലാത്തവർക്ക് മാത്രം മറ്റേ എണ്ണ, സാധാരണ സൺഫ്ലവറോ കോൺ ഓയിലൊക്കെ ഉപയോഗിക്കാം കേട്ടോ. ഇനി സവാളയുടെ അളവ് കുറവ് മതി. ഈ ഒരു കണക്കിന് ഒരു സവാള ധാരാളമാണ് കേട്ടോ. ഒരു മീഡിയം സൈസായിട്ടുള്ള ഒരൊറ്റ സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് 3 അരച്ചെടുത്തിട്ടുള്ളതാണ്. അത് ഏകദേശം ഒരു 2 ടീസ്പൂണോളം. പിന്നെ കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളത് ഒരു 2 തണ്ട് കറിവേപ്പില കൂടി ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ സവാള വഴറ്റിയെടുക്കാൻ ഒന്ന് കുറച്ചുകൂടി പെട്ടെന്ന് വഴണ്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക. നമ്മൾ ഓൾറെഡി ചിക്കനകത്തും ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി സവാള നല്ലതുപോലെ വഴറ്റിയെടുക്കണം. അതായത് സവാളയിൽ വെള്ളത്തിൻ്റെ കണ്ടൻ്റ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. അത് നല്ല ഡ്രൈ ആയിട്ട് അത്യാവശ്യം കളറ് മാറി വരുന്ന രീതിയിൽ തയ്യാറാക്കിയെടുക്കണം. അതല്ലെങ്കിൽ കോഴിയുടെ ഉണ്ടാക്കി കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് തന്നെ അങ്ങ് ചീത്തയായി പോകും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഞാൻ വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഈ മിക്സിയിലിട്ട് റെഡിയാക്കി എടുത്തിട്ടുള്ള നമ്മുടെ ചിക്കൻ ഇതിലോട്ട് ചേർത്തു. ആദ്യം നിങ്ങൾക്ക് കാണാൻ ഇങ്ങനെ ചെറിയ ബോൾ പോലെ ഉണ്ടല്ലേ, അത് ആദ്യം കുറച്ച് സമയം ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് തന്നെ നല്ല ചിക്കി വരും. പിന്നെ ഇനി ഇതിലോട്ടേക്ക് നമ്മൾ നേരത്തെ ചിക്കൻ വേവിച്ചപ്പോൾ വന്ന ആ ഒരു സ്റ്റോക്ക് ഉണ്ടല്ലോ, വെള്ളം, ആ ഒരു ഗ്രേവി നമ്മൾ ഇതിനകത്തോട്ടേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമ്മൾ സമയം എടുത്തിട്ട് തന്നെയാണ് ഇതിൻ്റെ മസാല. അപ്പോൾ കോഴിയട എന്ന് പറയുന്നത് അത്യാവശ്യം സമയം എടുത്ത് ചെയ്യേണ്ട ഒരു റെസിപ്പിയാണ്. കാരണം നമ്മൾ കുറേ നാളത്തോട്ടേക്ക് സ്റ്റോർ ചെയ്യാനുള്ളതാണ്. നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഓരോ തവണ വഴറ്റുമ്പോഴും ഒരു ഇത്തിരി എണ്ണ മാത്രം നനച്ചു കൊടുക്കാം. ഇപ്പോൾ ഈ ഒരു റെസിപ്പിക്ക് ഞാനൊരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണ എക്സ്ട്രാ ഇതുപോലെ നനച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളൊരു 7-8 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ കളറൊക്കെ മാറി നല്ല ചിക്കി നല്ല ഒരു എന്താ പറയുക, നല്ല വിടർന്ന് വരുന്ന പോലെ കണ്ടോ. നമ്മൾ ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു ടെക്സ്ചറൊക്കെ മാറി നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നല്ലതുപോലെ ഡ്രൈ ആയി കിട്ടണം. ചിക്കൻ നല്ലതുപോലെ മൊരിഞ്ഞ് വരണം. ഇതിപ്പോൾ കറക്റ്റ് ഭാഗമാണ്. നന്നായിട്ട് കളർ മാറി വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു പാത്രത്തിനകത്തോട്ടേക്ക് മാറ്റി കയ്യിലെടുത്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും ഇതിൻ്റെ ആ ഒരു പാകം എത്രയാണെന്നുള്ളത് മനസ്സിലാവും. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ഇതൊട്ടും തന്നെ മസാല ചീത്തയാവില്ല. ഒരു മാസം വരെ ഇത് അതുപോലെ തന്നെ ഉണ്ടാവും. കണ്ടോ, ഈ ഒരു അളവിലാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. ഈ ഒരു ടെക്സ്ചറാണ് നമുക്ക് വേണ്ടത്.
ഇനി ഇപ്പോൾ നമ്മൾ ഈ ഒരു മാവ് കുഴച്ച് വെച്ചിട്ട് ഏകദേശം 1 അവറിനടുത്തായിട്ടുണ്ട്. 1 മണിക്കൂറിന് ശേഷം കണ്ടോ ഇത് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കണം. ഒന്നുകിൽ നിങ്ങൾക്ക് സാധാരണ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഞ്ഞു ഉരുളകളാക്കിയിട്ട് ഓരോന്നായിട്ട് പരത്തിയെടുക്കുമല്ലോ, അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഞാനിപ്പോൾ കുറച്ചുകൂടി എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് ആ ഒരു വലിയ മാവ് തന്നെ വലിയ ഷീറ്റായിട്ട് അങ്ങ് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഒന്ന് പരത്തിയെടുത്ത് റെഡി ആയതിന് ശേഷം നമ്മുടെ പാത്രത്തിൻ്റെ വെച്ചോ അതല്ലെങ്കിൽ ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഷേപ്പിലൊന്ന് മുറിച്ചെടുക്കാം. മോൾഡ് വെച്ചിട്ട് നമുക്കിത് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാം. പക്ഷേ കയ്യിൽ മോൾഡൊന്നും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള രീതിയിലാണ് ഈ റെസിപ്പി കാണിക്കുന്നത്. നമ്മുടെ ഫില്ലിങ്സ് ഇതിനകത്തോട്ട് വെച്ചിട്ട് നമ്മൾ മൈദ മാവൊന്നും ഇത് ഒട്ടിച്ചെടുക്കാനൊന്നും ഉപയോഗിക്കുന്നില്ല. ജസ്റ്റ് കൈ കൊണ്ട് തന്നെ രണ്ടും ഒന്ന് അമർത്തി പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അടഞ്ഞു വരുന്ന രീതിയിൽ തന്നെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് കയ്യിൽ കുറച്ച് എണ്ണ നനച്ച് കൊടുത്തിട്ട് ഇതിനെ നമ്മളൊന്ന് മടക്കിയെടുക്കുക. നമ്മുടെ പിരിയട തയ്യാറാക്കിയെടുക്കുമ്പോൾ മടക്കിയെടുക്കുന്ന അതേപോലെ തന്നെ ഒന്ന് മടക്കി കൊടുക്കുക. അപ്പോൾ അത് ഷേപ്പൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് റെഡിയാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ മുഴുവൻ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇതിനകത്ത് ശ്രദ്ധിക്കാനുള്ളത് നല്ല ചൂടുള്ള എണ്ണ ആയിരിക്കണം. പക്ഷേ ചൂടായതിന് ശേഷം നല്ലതുപോലെ ചൂടായതിന് ശേഷം എണ്ണ ജസ്റ്റ് നമ്മൾ തീ ഒന്ന് കുറച്ച് വെക്കുക. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലോട്ടേക്ക് മാറ്റുക. എന്നിട്ട് ഇതും കുറച്ച് സമയം എടുത്തിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. നല്ല തിളച്ച എണ്ണയിലിട്ടിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് ഇത് കുക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു 1 അവർ കഴിയുമ്പോഴത്തേക്ക് തന്നെ ഇത് പിന്നെ ക്രിസ്പി ആയിട്ടൊന്നും ഉണ്ടാവില്ല, ഭയങ്കര സോഫ്റ്റായിട്ട് അങ്ങ് പോവും. അപ്പോൾ നമുക്ക് കഴിക്കാനൊന്നും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇത് നമ്മളൊരു 5 മിനിറ്റൊക്കെ എടുത്തിട്ട് ഒരു ബാച്ച് ഇതുപോലെ റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ നിങ്ങൾ എത്ര ദിവസം, അതായത് ഒരു 1 മന്ത് വരെ വെച്ച് കഴിഞ്ഞാലും ഇത് നല്ല ക്രിസ്പി ആയിട്ട് ഇതുപോലെ തന്നെ ഇരിക്കും. അതുപോലെ മസാലയും കറക്റ്റ് ഇതേ രീതിയിലാണ് നിങ്ങൾ തയ്യാറാക്കി എടുക്കുന്നതെങ്കിൽ ഒട്ടും ചീത്തയാവോ ഒന്നുമില്ല. അപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ കൊടുക്കാൻ ഒരു അടിപൊളി പലഹാരമാണ് കോഴിയട. പിന്നെ കഴിക്കാനും സൂപ്പർ ടേസ്റ്റാണ്. ഇത് ചിക്കനും ബീഫൊക്കെ വെച്ച് നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ കമൻസൊക്കെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനി വീണ്ടും നല്ലൊരു വെറൈറ്റി ഡിഷുമായി നമുക്ക് കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.